കഴിഞ്ഞ ആഴ്ച കായിക ലോകം സംഭവബഹുലമായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ ലീവ് എടുത്ത് നാട്ടിലേക്ക് മടങ്ങിയ ശേഷം ഇഷാൻ കിഷൻ അപ്രത്യക്ഷനായി. ആരെയും വിളിച്ചില്ല, ആരും ഫോൺ വിളിച്ചിട്ട് എടുത്തതുമില്ല. ടെസ്റ്റുകളെ ഐതിഹാസികമായി ജയിച്ചെങ്കിലും ഏകദിനത്തിലും T20യിലും ഓസ്ട്രേലിയയോട് ദയനീയമായി തോറ്റ് ഇന്ത്യൻ വനിതാ ടീം ബാക്ക് ടു സീറോ ആയിട്ടുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും ചെറിയ ടെസ്റ്റ് മാച്ച് ഇടുന്ന ന്യൂലാൻഡ്സ് പിച്ചിന് ICC മാർക്കിട്ടു. തൃപ്തികരമല്ല എന്നതാണ് മാർക്ക്. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം സ്വീപ്പർ പൊസിഷനിലെ ആദ്യ അഡ്രസ് ഫ്രാൻസ് ബെക്കൻബോർ മരണപ്പെട്ടതും കഴിഞ്ഞ ആഴ്ചയാണ്. കാണാം ഹൈലൈറ്റ്സ്. BCCI കൈവെള്ളയിൽ കൊണ്ടുവിടുന്ന കൊച്ചാണ് ഇഷാൻ കിഷൻ. T20യിൽ തുടരെ പരാജയപ്പെട്ടിട്ടും അടുത്ത വിക്കറ്റ് കീപ്പറായി കിഷനെ BCCI വെള്ളവും വളവും ഉപയോഗിച്ച് വളർത്തിയെടുത്തു. അർഹതയുള്ളവരെ തഴയുന്നു എന്ന് സോഷ്യൽ മീഡിയ പലതവണ ആരോപിച്ചെങ്കിലും BCCI കുലുങ്ങിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാനെതിരായ T20 ടീമിനെ പ്രഖ്യാപിക്കുന്നത്. ടീം ലിസ്റ്റിൽ കിഷൻ ഇല്ല. അത്ഭുതം. സോഷ്യൽ മീഡിയയിലെ സകലമാന ക്രിയേറ്റീവ് തിയറികൾക്ക് മുകളിൽ ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കിഷൻ പിണങ്ങിയിരിക്കുകയാണെന്നാണ്. കുറേ കാലമായി ടീമിനൊപ്പം ഉണ്ടെങ്കിലും കളിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ലെന്നതാണ് കിഷൻ്റെ ഗർവ്. ലോകകപ്പിന് ശേഷം ഓസ്ട്രേലിയക്കെതിരായ T20യിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥന നിരസിച്ച് നീ കളിച്ചേ നോക്കൂ എന്ന് നിർബന്ധം പിടിച്ച BCCI ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയും ചെവിക്കൊണ്ടില്ല. നെക്സ്റ്റ് കിടു പ്ലെയറായി കിഷനെ വളർത്തിയെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് രണ്ടും നിരസിച്ചു. അപ്പോൾ പിന്നെ കിഷൻ എന്ത് ചെയ്തു? ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ മാനസികാരോഗ്യം ചൂണ്ടിക്കാണിച്ച് അവധിയെടുത്ത് നാട്ടിലേക്ക് കൊണ്ട് കയറി. പക്ഷേ പിന്നെ കിഷനെ കാണുന്നത് വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദനയോടൊപ്പം കോൻബനേഗ ക്രോർപതിയുടെ ഹോട്ട് സീറ്റിലാണ്. കളിയിൽ 12.5 ലക്ഷം രൂപ അടിച്ച പിന്നെ കിഷനെ ആരും കണ്ടിട്ടില്ല. രഞ്ജി ടീമിൽ നിന്ന് മാറിയെന്നു, കൂട്ടുകാർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ആരെയും അങ്ങോട്ടും വിളിച്ചില്ല. ജാർഖണ്ഡ് സംസ്ഥാന ക്രിക്കറ്റ് ഭാരവാഹികളുടെ കോളും കിഷൻ അറ്റൻഡ് ചെയ്തില്ല. മാനസികാരോഗ്യം പറഞ്ഞ് അവധിയെടുത്തിട്ട് TV പരിപാടിയിൽ പങ്കെടുത്തത് BCCI മേലാളന്മാർക്ക് കലിപ്പുണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. കിഷൻ്റെ ഗർവിനേക്കാൾ വലുതാണ് BCCIയുടെ ഗർവ്. ദുബായിലെ പാർട്ടിയിൽ അടിച്ചു പൊളിച്ച കാര്യവും BCCI അറിഞ്ഞത്രേ. വിഷയം തന്നെ. മെൻ്റൽ ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മിണ്ടാതെ ഒരു മൂലക്കിരുന്നോണം. സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ എന്നതാണ് BCCIയുടെ ലൈൻ. കിഷന് പകരം സഞ്ജു ടീമിലെത്തിയതുകൊണ്ട് നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല. എന്നാലും BCCIയുടെ ഗർവ് വലിയ ഗർവ് തന്നെ. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ആദ്യ ടെസ്റ്റ് ജയം. ആഹാ, എന്താ ഒരു അഭിമാനം. അതിൻ്റെ ആയുസ് പക്ഷേ പെട്ടെന്ന് തീർന്നു. ഏകദിന പരമ്പര തൂത്തുവാരിയും T20 പരമ്പര നേടിയും ഓസ്ട്രേലിയ ഇന്ത്യയെ പൊട്ടിച്ചു വിട്ടു. തോൽവി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു തോൽവി. സ്വീപ്പ് ഷോട്ട് തന്നെ കളിക്കുമെന്ന് ഉറപ്പിച്ച് തുടരെ ഔട്ടാവുന്ന ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തലവേദന. വേറെ ഒരു ഷോട്ടും ഇല്ലാത്തതുപോലെ ഒരു വാശി പോലെയാണ് ഹർമൻ്റെ സ്വീപ്പ് ഒബ്സഷൻ. ഒടുക്കം വാശി ജയിച്ചു, ഹർമൻ തോറ്റു. 09-5-3-6-3. ഇത് മൊബൈൽ നമ്പറൊന്നുമല്ല. ഇങ്ങനെയാണ് ടെസ്റ്റ് ഉൾപ്പെടെ ഓസ്ട്രേലിയക്കെതിരെ ഈ പര്യടനത്തിൽ ഹർമൻ്റെ സ്കോറുകൾ. ടെസ്റ്റിലെ രണ്ടാം ഇന്നിങ്സിലും ആദ്യ T20യിലും ബാറ്റ് ചെയ്യും മുമ്പേ നമ്മൾ കളി ജയിച്ചു. ഭാഗ്യം. രണ്ടാം T20യിൽ തോറ്റു കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ 19ാം ഓവർ എറിഞ്ഞ ശ്രേയങ്ക പാട്ടീൽ കുറച്ചുകൂടി നന്നായി എറിഞ്ഞെങ്കിൽ നമ്മൾ ജയിച്ചേനെ എന്ന് പറയാനും ഹർമൻ ധൈര്യം കാണിച്ചു. വെറും 21 വയസ്സുള്ള 5 രാജ്യാന്തര T20 എക്സ്പീരിയൻസ് മാത്രമുള്ള പുതുമുഖത്തെ പരസ്യമായി വിമർശിക്കുന്ന ക്യാപ്റ്റൻ അത്ര നല്ല ക്യാപ്റ്റനല്ല. ഒരു സ്വയം വിമർശനത്തിന് ഹർമൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ബാറ്റിംഗ് ഓൾറൗണ്ടർ ശ്രേയങ്ക പാട്ടീലിനെ 9-10 സ്ഥാനങ്ങളിൽ ഇറക്കുന്ന ഇന്ത്യൻ മാനേജ്മെൻറ്റിന് ആരെങ്കിലും ശ്രേയങ്ക ബാറ്റ് ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുക്കണം. അൺഓർത്തഡോക്സ് ഷോട്ടുകൾ അടക്കം വശമുള്ള ശ്രേയങ്ക 4-5 നമ്പറിലെങ്കിലും കളിക്കേണ്ടതാണ്. T20യിൽ ദീപ്തി ശർമ്മയെ പൂജ വസ്ത്രാക്കറിനും ശ്രേയങ്കയ്ക്ക് മുമ്പ് ഇറക്കുക, ഏകദിനത്തിൽ ജമീമയെ 3-ാം നമ്പറിൽ ഇറക്കാതിരിക്കുക. ആകെ മൊത്തം കിളിവായ മാനേജ്മെൻറ്റും ഒരു പരിശീലകനും. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ടെസ്റ്റ് എന്ന വിശേഷണം ഇന്ത്യൻ ദക്ഷിണാഫ്രിക്കയും രണ്ടാമത്തെ ടെസ്റ്റ് കളിച്ച കേപ്പ് ടൗണിലെ ന്യൂലാൻഡ്സിനാണ് കിട്ടിയത്. ആകെ ടെസ്റ്റിൽ എറിഞ്ഞത് വെറും 642 പന്ത്. ആദ്യ ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്ക 55 ഓൾ ഔട്ട്, ഇന്ത്യ 153 ഓൾ ഔട്ട്. രണ്ടാം ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്ക 176 ഓൾ ഔട്ട്. അപ്പോൾ ഇന്ത്യക്ക് വിജയം. ഇരു ടീമിലെയും സ്പിന്നർമാർ ഒരു പന്ത് പോലും എറിയാത്ത ടെസ്റ്റ്. അണീവൻ ബൗൺസുള്ള ഇതിലും ഭേദം കണ്ടം പിച്ചിൽ ഏഡൻ മാർക്കറിൻ്റെ ഒരു കിടില 106, അതും 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ്. അങ്ങനെ കുറേ വിശേഷണങ്ങളുള്ള കളി 1.5 ദിവസം കൊണ്ട് തീർന്നപ്പോൾ മൈക്കൽ വോൺ പറമ്പിൽ കുഴുകുത്തി കളിക്കുന്ന ഫോട്ടോ ഇട്ടില്ല. അയ്യോ, തെസീർക്കറിനെ കൊല്ലുന്നേ കരച്ചിലൊന്നും കേട്ടതുമില്ല. ഇങ്ങനത്തെ പിച്ചിലൊക്കെ കളിക്കുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ കിടന്ന് മോങ്ങരുത് എന്ന് പരസ്യമായി തగ్గടിച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അഭിപ്രായം ശരിവെച്ച് പിച്ചിന് കിട്ടിയത് തൃപ്തികരമല്ല മാർക്ക്. ബൗൺസ് സ്ഥിരമല്ല, ഇവിടെ ബാറ്റിംഗ് അപകടമാണ് എന്നൊക്കെ ICC വിലയിരുത്തി. ഇന്ത്യയിലെ സ്പിൻ പിച്ചിൽ കളിക്കാൻ അറിയാതെ നാണം കെട്ടി തോക്കുമ്പോൾ പിച്ചിനെ കുറ്റം പറയുന്നത് ഇനിയും നിൽക്കുമായിരിക്കും. സ്പിൻ പിച്ചിൽ കളിക്കാൻ അറിയില്ലെങ്കിൽ ആ സ്കിൽ ഉണ്ടാക്കണം. പേസ് പിച്ചാണ് ഒറിജിനൽ പിച്ചെന്ന് പറയാൻ പറ്റൂ. വെള്ളക്കാർ കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. ക്രിക്കറ്റ് കളത്തിൽ പേസും സ്പിന്നുമുണ്ട്,
രണ്ടും കളിക്കാൻ അറിയണം, രണ്ടിലും സ്കില്ല് വേണം. അതുകൊണ്ട് നല്ലോണം സ്പിൻ പരിശീലിച്ച് ആ സ്കില്ല് അങ്ങ് വളർത്തിയെടുക്കും. അതാണ് നല്ലത്. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം എന്ന അലസ പൊതുവാക്കിൽ ഒതുങ്ങുന്നയാളല്ല ദി ഗ്രേറ്റ് ഫ്രാൻസ് ബെക്കൻബോവർ. ജർമ്മനി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഏറ്റവും മികച്ച താരമായിരുന്നു ദർ കൈസർ അഥവാ ചക്രവർത്തി എന്ന വിളിപ്പേരുള്ള ബെക്കൻബോവർ. 78-ാം വയസ്സിൽ മരണപ്പെടുമ്പോൾ ഫുട്ബോളർ, മാനേജർ, സംഘാടകൻ തുടങ്ങി കൈവച്ച മേഖലകളിലെല്ലാം വിലാസമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2 തവണ യൂറോപ്യൻ ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ട ബെക്കൻബോവർ ആധുനിക ഫുട്ബോളിലെ സ്വീപ്പർ പൊസിഷൻ ആദ്യമായി കളത്തിൽ നടപ്പിലാക്കിയ പ്ലെയറാണ്. 1974 ക്യാപ്റ്റനായും 90 പരിശീലകനായും ജർമ്മനിക്ക് അദ്ദേഹം ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തു. 2006 ജർമ്മനി ആതിഥേയരായ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ മോശം അധ്യായമായി. ഫിഫ പ്രസിഡന്റ് ആവുമെന്ന് വരെ കരുതപ്പെട്ടിരുന്നെങ്കിലും ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ സംഘാടന ജീവിതത്തിന്റെ അവസാനമായി. ബയേൺ മ്യൂണിക്, മാഴ്സ എന്നീ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച ബെക്കൻബോവർ ബയേൺ താരം കൂടിയായിരുന്നു.